നമ്മൾ ഓർഗാനിക് കേരളത്തിൻ്റെ അടുത്ത വീഡിയോയിൽ അബൂബക്കർ മാഷിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന എങ്ങനെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നും ഒരു വീട്ടിൽ എങ്ങനെയാണ് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിക്കാൻ പോണേ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് കാണിക്കുന്നത് മാഷ് ചെയ്തു വച്ച വീടുകളിൽ അവിടുത്തെ ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം മാഷിൻ്റെ രീതിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യുന്നതും കൂടി നമുക്ക് കാണാം. അപ്പോൾ അത് പല പല സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നത്, വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്, കുറച്ച് ദൂരത്തേക്കൊക്കെ യാത്ര ചെയ്യണം. അപ്പോൾ അവിടെ എല്ലാം കൂടി പോയിട്ട് ഞങ്ങൾ അതൊന്ന് നോക്കിയിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കതൊന്ന് കാണാം. മാഷ് എങ്ങനെയാണ് ഒരു വീട്ടിൽ നമുക്കെല്ലാവർക്കും നമുക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് ഒരു വീട്ടിലൊരു ഗാർഡൻ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിൽ മാഷിൻ്റെ ഒരു സ്പെഷ്യൽ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. മാഷേ, ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ പുതിയ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നതെന്നും അതിലെ മാഷിൻ്റെ രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനത്തെ ഒരു ഇതിൽ നമുക്കൊരു ഇൻട്രോ മാഷ്ക്ക് തരാൻ എന്താണ്, അതായത് എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ രീതി എങ്ങനെയാണ്? ഓരോ ആളുകൾക്കും നമുക്ക് 3 ഘട്ടങ്ങളാണ്. ഒന്ന് കുട്ടിയായി കല്യാണം കഴിക്കുക, വീടുണ്ടാക്കുക, അല്ലേ? 3 അല്ലേ? ഒരു സ്റ്റേജിലാണ്. അതിൽ പ്രധാനപ്പെട്ട സ്റ്റേജാണ് ഒരു വീട്, അല്ലേ? അപ്പൊ ആ വീടും ചുറ്റുപാടും എങ്ങനെയായിരിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര, അല്ലേ? കുറെ പച്ചപ്പും കുറെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പലവരും ഇപ്പൊ നമ്മൾ ഈ വീടിനെ കണ്ടിട്ട് ആളുകൾ പേടിച്ചു പോവുക. ഇത് ഏതോ ഒരു പിന്നെ പൈസക്കാരന്റെ വീടാണ്, അല്ലെങ്കിൽ ഇതൊരു പിന്നെ ആ ടൈപ്പില് കാണുകയാണ്. പക്ഷെ ഒന്നുമല്ല. കാരണം വളരെ സിമ്പിളാണ്. ഇതിന്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. കാരണം ഏത് പാവപ്പെട്ടവനും ഏത് കാശില്ലാത്തവനും നമ്മൾ സ്വയം മനസ്സ് തട്ടി നിറങ്ങുകയാണെങ്കിൽ ചെയ്യാവുന്നത്. കാരണം ഭൂമി ലാൻഡ്സ്കേപ്പ്ഡാണ്, ആൾറെഡി ലാൻഡ്സ്കേപ്പ്ഡാണ്. ദൈവം തമ്പുരാൻ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. നമ്മൾ അതിനെ വെട്ടിമുറിക്കാതെ അതിന്റെ തലോടി വൃത്തിയാക്കി ചെയ്താൽ അതിൽ ഒരു മരങ്ങളും കളയാത്തൊരു വീടും അതിന്റെ ചുറ്റുപാടിനെ എങ്ങനെ പ്രകൃതിക്ക് അനുകൂലമായി ഈ പിന്നെ ഭൂമിയെ മുറിവേൽപ്പിക്കാതെ എങ്ങനെ പച്ചപ്പിലൂടെ പ്രകൃതിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് എങ്ങനെ ഇതുണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ പോളിസി. ഇപ്പം നാച്ചുറൽ ലാൻഡ്സ്കേപ്പിംഗ് എൻ്റെ ഞാൻ ചെയ്ത്. ഇപ്പോൾ ആഗോള താപം കൂടി, എന്താ കാരണം നമ്മുടെ കയ്യിലേൽപ്പിച്ചില്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എല്ലാവരും കട്ട ഇടുന്നത് സിമെന്റ് കട്ട നിരത്തി 2000 സ്ക്വയർ ഫീറ്റ് 3000 സ്ക്വയർ ഫീറ്റ് വെള്ളം ഇറങ്ങുമെന്ന് പറയും. ഒരു കൊല്ലമൊക്കെ ഇറങ്ങും, പിന്നെ അത് അടയും, പിന്നെ വെള്ളം പുറത്തേക്ക് പോകുന്നു. വെള്ളത്തെ നമ്മൾ അന്യമാക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത്ര വലിയ കാലാവസ്ഥ ഉണ്ടായിട്ട് പോലും നമുക്ക് വെള്ളം ഇല്ലാത്തത്. ഞാൻ എൻ്റെ വെള്ളത്തെ ഇതിൽ തന്നെ ഇറക്കി വിടുന്നത്, ഇതിൻ്റെ വെള്ളം ഇതിൽ തന്നെ ഇറക്കി വിടുക. എന്നാൽ അത്യാവശ്യം നാച്ചുറൽ സ്റ്റോർ വെച്ചിട്ട് വണ്ടി പോകുന്ന ട്രാക്ക് മാത്രം കല്ല് ചെയ്യും. അതെല്ലാ വീട്ടിലും ഇല്ല, എല്ലാവരും കഴിയില്ലോ. അവിടെ പേയ്മെന്റിലിട്ടാൽ മതി. ബാക്കിയുള്ള ലോൺ ചെയ്യും. ലോൺ എന്ന് പറയുമ്പോൾ സ്ക്വയർ ഫീറ്റിന് 30-40 ഉറുപ്പിക ചെലവാക്കണ്ടേ? അവന്റെ ഒപ്പം കൂടി ബഫലോ ഗ്രാസ് ഇട്ടൂടാ. ബഫലോ നമ്മുടെ തൊടിയിലുള്ളതല്ലേ. അപ്പൊ ഞാൻ പറയുന്നത് ഒരു ബിസിനസ് മൈൻഡിലല്ല പറയുന്നത്. എന്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഭൂമിയെ ഇങ്ങനെ പച്ച പരവതാനി ഇങ്ങനെ വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എപ്പോഴും അവ ഇടക്ക് നനക്കുകയും മെയിൻ്റെനൻസ് ചെയ്യും. നമുക്ക് മെയിൻ്റെനൻസ് ഇല്ലേ? ഓരോ ജീവികൾക്ക് മെയിൻ്റെനൻസ് ഉണ്ട്, ഓരോ ചെടികൾക്ക് മെയിൻ്റെനൻസ് ഉണ്ട്. അത് കൃത്യമായി നമ്മൾ മടിയന്മാരാവത് ലേസി ഒഴിവാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് തന്നെ ഇത് നേരെ മെയിൻറ്റെയിൻ ചെയ്ത് നനക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭംഗി ഭാവി, നല്ല ശുദ്ധമായ ഓക്സിജൻ, ശുദ്ധമായ വെള്ളം, നല്ലൊരു അറ്റ്മോസ്ഫിയർ, അതുവഴി നമുക്ക് സമാധാനം. എപ്പോഴും നമ്മൾ പിന്നെ ഞാനൊക്കെ ബിസി ക്രിയേറ്റ് ചെയ്യുക. കാരണം പൈസ കൊടുത്ത് വാങ്ങുക, എന്നിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ എല്ലാരും പറയും പിന്നെ എന്താണ് ആവശ്യമില്ലാത്ത വണ്ടിയും വലിയ വെച്ചിട്ട്. അതൊന്നുമല്ല, ഞാൻ ആൾറെഡി സാറ്റിസ്ഫൈഡ്. ചേട്ടാ, ഈ തളിർ അഗ്രി ഫാമിന്റെ ഒരു പ്രധാന മേഖല എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെയുള്ള വീടുകളിൽ നാച്ചുറൽ ആയിട്ട് ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എന്താണ് ഇതിന്റെ ഒരു തുടക്കം മുതലുള്ള ഒരു പ്രോസസ്സ് എന്താണ്? തുടക്കം മുതലുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സൈറ്റ് കണ്ടതിന് ശേഷം അവിടെ എത്രത്തോളം മണ്ണ് നീക്കം ചെയ്യണം, അതല്ലെങ്കിൽ എങ്ങോട്ട് വാട്ടർ ലെവൽ ചെയ്യണം എന്നുള്ളത് ആദ്യം കണക്കൂട്ടുന്നു. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് മൺവെട്ടിയും മറ്റും ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഒരുപാട് മാറ്റം ഉണ്ടെങ്കിൽ JCB ഉപയോഗിക്കും. എന്നിട്ട് മണ്ണ് ഇവിടെ JCB ഉപയോഗിച്ചു. ഇവിടെ ഓരോ 1.5 അടിയിലധികം താഴ്ത്താണ്ട് 1.5-2 അടിയിലോളം താഴ്ത്തിയിട്ടാണ് ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ? അത് പിന്നെ ഇത് മണ്ണ് ലെവലാക്കിയാൽ അടുത്ത പ്രോസസ് എന്താണ്? വാട്ടർ ലെവൽ ചെയ്യണം, കയറ് കെട്ടി വാട്ടർ ലെവൽ ചെയ്യണം. വാട്ടർ ലെവൽ ചെയ്ത് മെറ്റിലിട്ടിട്ട് പിന്നെ കല്ല് വിരിക്കും. വാട്ടർ ലെവല് ചെയ്യണം, കഴിഞ്ഞ ശേഷം പിന്നെ കല്ല് വിരിക്കും. കല്ല് വിരിക്കുന്ന പ്രോസസ് എങ്ങനെയാണ്? കല്ല് വിരിക്കാറ് നമ്മളിപ്പോ വിരിക്കുന്നത് പറഞ്ഞാൽ മിനിമം ഒരു 50 mm, അതിൽ
കുറഞ്ഞ കല്ല് നമ്മൾ വിരിക്കാറില്ല. നമ്മൾ അതിന് മുകളിലേക്കുള്ള കല്ലുകൾ മാത്രം വിരിച്ചു കൊടുക്കുക. അതായത് മെറ്റൽ വിരിച്ചതിന് ശേഷം മെറ്റൽ ആദ്യം ഇടണം. മെറ്റൽ വിരിച്ച് അതിന് വാട്ടർ ലെവൽ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഓരോ ലെയർ ഓരോ വരിക്കും കയറ് കെട്ടി സെപ്പറേറ്റ് ആക്കിയിട്ട് അതിന് ഓരോ വരി ഉറപ്പിച്ചിട്ടാണ് പോകുന്നത്. അതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കല്ല് മെറ്റൽ ഇട്ടതിന് ശേഷം പിന്നെ കല്ല് വിരിക്കും. കല്ല് വിരിച്ച് അത് ശരിക്കും ഫിക്സ് ആയിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഉറപ്പിക്കുന്നത് ഒരിക്കലും ഇളകില്ല എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. മെറ്റൽ കോൺക്രീറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇതിനെ ഉറപ്പിക്കുന്ന അത്രയും പഞ്ച് ചെയ്തിട്ടും അത്ര ലെവൽ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എയർ കുടുങ്ങാതെ കമ്പിക്ക് കുത്തിയിറക്കി സൈഡിൽ നിന്നെല്ലാം ജാമാക്കി കൊടുത്തിട്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ ഇവിടെ വിരിച്ച പോലെയുള്ള പുല്ല് ഇടുന്നു അല്ലേ? പിന്നെ അതിന് ഇതെല്ലാം ഉറച്ചതിന് ശേഷം നമ്മൾ മെറ്റലിനെ അതിന്റെ ഉള്ളിൽ ഈ ജോയിന്റ് ഇടയ്ക്ക് വരുന്ന മെറ്റലിനെ അധികമുള്ള മെറ്റലിനെ നീക്കം ചെയ്തിട്ട് ഒരു കണത്തിൽ നമുക്ക് അത്യാവശ്യം മണ്ണ് മിനിമം 2 ഇഞ്ചെങ്കിലും മണ്ണിട്ട് അതിന്റെ മുകളിലാണ് പുല്ലിനെ കട്ട് ചെയ്ത്. ഇതിന് അടിവളമായിട്ട് നിങ്ങൾ എന്താ കൊടുക്കുന്നത്? വേപ്പിൻ പിണ്ണാക്ക്. അത് കലക്കി ഒഴിക്കും അതോ പൊടിച്ചിടും? അതല്ലേ? അത് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമില്ല അല്ലേ? അത് തുടർന്ന് അങ്ങനെ വളർന്നു വന്നു നമ്മുടെ നന മാത്രം മതി അല്ലേ? അതിപ്പോ നിങ്ങൾ ഇതിന്റെ ഇടയിൽ വിരിച്ച് പുല്ലിന് എത്ര നേരം നന കൊടുക്കണം? പിന്നീട് നമ്മൾ ഇത് തുടർന്ന് പോവാൻ ഒരു നേരം എല്ലാ ദിവസവും ഒരു നേരം പുല്ല് ഇതാക്കണം അല്ലേ? ഇതിന് ശേഷം ഈ പുല്ല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിന്റെ ചുറ്റുപാടുള്ള ബാക്കി ഗാർഡൻ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇല്ലേ? അതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യും? അനീഷ് ഭായി, ഇത് നനയ്ക്കാനുള്ള ഉദ്ദേശം എന്താണ്? നനയ്ക്കാൻ നമ്മള് പുല്ല് വെച്ച് കഴിഞ്ഞപ്പോ നമ്മളിവിടെ മണ്ണായി പുല്ല് കട്ട് ചെയ്ത് വെച്ചതാണ്, ഷീറ്റ് കട്ട് ചെയ്ത് വെച്ചതല്ലേ. അപ്പൊ അതിന് കൊഴിയുന്ന മണ്ണ് ഇതിലുണ്ടാവും. ആ മണ്ണിനെ കല്ലിന്ന് നീക്കം ചെയ്യും വേണം. പിന്നെ അതിന്റെ പുറത്ത് പുല്ലിനെ നനക്കണ്ടേ, എടുത്ത് മണ്ണ് നനച്ചിട്ടാണ് പുല്ല് വെച്ചത്. ഫൈനൽ ഇതെന്ന് പറയുന്നത് കല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവസാനം കല്ല് പതിച്ചു കഴിഞ്ഞാൽ പിന്നെ പുല്ല് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാം. ഇതോടുകൂടി ഇതിലെ ക്ലീനിങ് പറഞ്ഞാൽ ഇനിയൊരു ക്ലീൻ കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ആണ് ഒരു ഉരച്ച് കഴുകല്, അതായത് മണ്ണെല്ലാം കൂടെ കളയുന്ന രീതിയിലുള്ളൊരു കഴുകല് വേറെ. ഇത് പിന്നെ എൻ്റെ പുതിയ സൈറ്റാണ്. ഇത് താന്തൂർ സ്റ്റോണ് വിത്ത് കടപ്പ രണ്ടും കൂടി ചേർത്താണ് ചെയ്തിരിക്കുന്നത്. ഒരു മിക്സഡ് ഫിറ്റിംഗ് ആണ്. ആണ് രണ്ടും കൂടെ ചേർന്നിട്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നിൽക്കുന്നത് പട്ടാമ്പിയിലാണ്. പട്ടാമ്പിയിൽ NG പിള്ള ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ബാക്കി പിള്ളേനെ അതിൻ്റെ സാറാണ് പറയേണ്ടത്. അതിൻ്റെ ബാക്കിയുള്ള സാറേ എന്താണ് ഇങ്ങനെ ഒരു ഇത് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്? ഞാൻ ആദ്യമേ പ്ലാൻ എന്തോന്നിട്ടത് മറ്റേ അതാണ് ഒരു നേച്ചർ എന്തോന്നാണ് ഒരു ഉണ്ടെന്ന് മാഷയുടെ ഒരു പിന്നെ തളിരല്ലേ, തളിര് ഇതിനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ അതൊന്ന് പരീക്ഷിച്ചു. ഇങ്ങനെ വെക്കാനുള്ളൊരു ഉദ്ദേശം എന്താണ്? അതായത് ഇന്റർലോക്കിനെ മാറ്റിയിട്ട് ഇന്റർലോക്ക് അത് കൂടുതൽ ലാസ്റ്റ് ചെയ്യും. ഇന്റർലോക്ക് എന്ന് പറയുന്നത് കൂടി വന്നാൽ 2 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ കണ്ടുവരുന്നത് മുഴുവൻ അതിൻ്റെ ആ പിന്നെ കംപ്ലീറ്റ് പോവുകയാണ്. അതിന് മിനുസം അത് വീണ്ടും പെയിന്റ് ചെയ്യുന്നത് നാച്ചുറലാണ്. ഇതാണുമ്പോൾ വേറെ ഒന്നും അതിനകത്ത് കളർ പോകുന്നില്ല, വേറെ ഒന്നും വരുന്നില്ല, വെള്ളം പുറത്തേക്ക് പോകില്ല. അത് പിന്നെ അതാണ് വേറെ പ്രത്യേകത. ഇതിനകത്ത് വെള്ളം ഇതിനകത്ത് തന്നെ ഇറങ്ങിപ്പോരും. ഇത് ഞാൻ ഒരു 6-7 മാസം മുമ്പ് ചെയ്തൊരു വർക്കാണ്. കട്ടുപ്പാറയിലാണ്. എൻ്റെ സുഹൃത്താണ്, എൻ്റെ മാഷ മോനാണ് ഇക്ബാൽ. EMSലാണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ അതായത് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തളിർ അഗ്രിഫാമിന്റെ ഒരു ഇവരിങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യുക, അങ്ങനെ പല പദ്ധതികളുണ്ട്, നഴ്സറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്തതിൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്താണ് ഇവരെ മാഷെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമല്ല, നമ്മൾ വേണ്ടപ്പെട്ട മാഷാണ്. മാഷ് ഈ ഫീൽഡിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് കാർഷിക മേഖലയിലും ശരി, ഇങ്ങനെ അഗ്രിഫാമായിട്ട് ഇങ്ങനെ വീടുകൾ നല്ല ഭംഗി മൂടി കൂട്ടി ചെയ്യുന്ന പൂക്കളൊക്കെ വെച്ചു കൊടുത്ത് നല്ല പരിപാടിയാണ്. ഇവിടെ എത്ര 6 മാസമായി ചെയ്തിട്ടില്ലേ? ഇവിടെ 7 മാസമായി. ഞങ്ങൾ വളരെ സന്തോഷം. എന്നാൽ ഇവിടെ നമുക്ക് ഡസ്റ്റ് പൊടിയുടെ ശല്യം ഒഴിവായി. അതുകൊണ്ടൊക്കെ നമുക്ക് കാണാൻ എല്ലാവരും ഇത് അന്വേഷിക്കാറുണ്ട്. പിന്നെ ഇത് നല്ല നമുക്ക് രാത്രി തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നനച്ചു കൊടുക്കുമ്പോൾ പിന്നെ പൊടി ശല്യങ്ങളും ഇല്ലാത്ത നല്ല പച്ചപ്പ്, രാവിലെ ഒരു ഐശ്വര്യമായിട്ട് നമുക്ക് എണീറ്റ് വരുമ്പോൾ പച്ചപ്പ് കാണാൻ തന്നെ മനസ്സിന് അന്നത്തെ ഒരു സന്തോഷം തോന്നാറുണ്ട്. എല്ലാ ക്വാളിറ്റിയും ക്വാളിറ്റി എല്ലാം വെച്ചത് എല്ലാം നല്ല ക്വാളിറ്റിയാണ്, നല്ല ഭംഗിയായിട്ട് വന്നതാണ്. ഞാനൊരു വർഷം മുമ്പ് ചെയ്തൊരു വർക്കാണ്. സാഗർ മാഷ് പ്ലാന്തൂർ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകനാണ്.
എൻ്റെ സുഹൃത്താണ്. പിന്നെ കായിക കലാരംഗങ്ങളിലും പിന്നെ പരിഷത്ത് എല്ലാം പിന്നെ എന്താ പോലത്തെ രംഗങ്ങളിലൊക്കെ സജീവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. സാഗർ മാഷേ, നമ്മുടെ തളിർ അഗ്രി ഫാമിന്റെ വർക്കിന്റെ ഫീഡ്ബാക്ക് എന്താണ്? ഇങ്ങനെ ഇത് സെറ്റ് ചെയ്തത് നല്ല അഭിപ്രായമാണ്. ഞങ്ങൾ ഒരു വീട് എന്നുള്ളതിനപ്പുറം ഒരു പരിസ്ഥിതിയുമായിട്ട് ഉള്ള ഒരു സൗഹൃദം, ഒരു ആവാസ വ്യവസ്ഥ എന്നുള്ളത്, ചുറ്റുപാടുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ, ഇതൊക്കെ കൂടിച്ചേർന്നാണ് ഒരു വീട് എന്നുള്ളത് കൊണ്ട് ആ അർത്ഥത്തിലാണ് അബൂബക്കർ മാഷെ സമീപിച്ചത്. അപ്പം ഞങ്ങള് പണ്ട് മുതലേ അറിയും, മാഷ പ്രവർത്തനങ്ങൾ അറിയും. ഞാൻ സയൻസ് ക്ലബിന്റെ കൺവീനർ ആയിരുന്ന സമയത്ത് തന്നെ മാഷെ അവിടെ പോയിട്ട് ബെഡിങ്, ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പണ്ട് മുതലേ സൗഹൃദത്തിലാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ട അധ്യാപകർക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാഷായ പ്രവർത്തനങ്ങൾ പൊതുവായി അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളെ വീട്ടിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ തളിർ അഗ്രി ഫാമിൻ്റെ ഈ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഈ ഗാർഡൻ സെറ്റ് ചെയ്തവരുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ നമ്മുടെ ഈ വീഡിയോയിൽ കണ്ടു. ഇത് വളരെ എന്താ പറയുക, വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രകൃതിയുമായിട്ട് അത്രയും അടുത്ത് ഇടപഴകുന്ന രീതിയിലാണ്. കാരണം ഇവിടെ തന്നെ ഇതിപ്പോൾ ഈ വീട്ടിൽ ആദ്യത്തെ ഇൻ്റർലോക്ക് പൊളിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് ഇങ്ങനൊരു ഇത് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ മഴ പെയ്താൽ വെള്ളം അടിയിലോട്ട് പോകണം, അതായത് വെള്ളം മറ്റ് ഭാഗങ്ങളിലേക്ക് ഒഴുകി പോകാതെ അത് തവണം. പിന്നെ നമുക്ക് നടക്കുമ്പോഴോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഈ വീട്ടിൽ തന്നെ നമ്മൾ പരിചയപ്പെട്ട സാർ തന്നെ അത്യാവശ്യം വയസ്സായ ആളും ഒക്കെയാണ്. അവർക്കൊക്കെ ഏറ്റവും ഫ്ലെക്സിബിളായിട്ട് നടക്കാവുന്ന രീതിയിലും പിന്നെ വളരെ ഭംഗിയുള്ള ഒരു രീതിയിലുമാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ മാഷെ വർക്ക് ചെയ്യുന്ന മാഷെ സഹപ്രവർത്തകരോട് സംസാരിച്ചു. അവരെല്ലാവരും തന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. അവർ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും വളരെ ഫ്ലെക്സിബിളായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാഷെ ഡയറക്റ്റായിട്ട് വിളിക്കാം. മാഷ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റുകളായിട്ട് ചോദിക്കാം. അപ്പോൾ ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടും തരാം. നമുക്ക് ഓർഗാനിക് കേരളത്തിൻ്റെ വേറൊരു വീഡിയോയിൽ ഒട്ടും വൈകാതെ കാണാം. അപ്പോൾ അതുവരെ ബൈ.